യേശുപ്രിയമുള്ള പ്രേക്ഷകരെ, കർത്താവിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം നിങ്ങളുടെ ഭവനങ്ങളിലേക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്നിരിക്കുന്ന ഒരു വചനഭാഗം ജോഷുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലാണ്. അത് ശ്രമിക്കുന്നതിന് മുൻപായിട്ട് ദൈവത്തിൻ്റെ കൃപ ഐശ്വര്യം നമ്മിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് അല്പം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലിരുന്ന് തിരുവചനം കേൾക്കുന്ന മക്കൾക്ക് അങ്ങയുടെ കൽപ്പനകളും ചട്ടങ്ങളും പാലിച്ച് വിശുദ്ധരായി ജീവിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ. അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ, ഉത്ഥാനം ചെയ്ത അവിടുത്തെ പുത്രനായ ശംശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഈ മക്കളെ അവിടുന്ന് ഒരുക്കണമേ. അതിനെതിരെയുള്ള എല്ലാ തിന്മകളെയും ശാസിച്ച് പുറത്താക്കുവാൻ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. മാനസികമോ ശാരീരികമോ ആത്മീയമായിട്ടുള്ള എല്ലാ ബന്ധനങ്ങളും ഇല്ലാതായി നിർമ്മലരായി ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കുമാറാകണമേ. ഈ പ്രാർത്ഥനകളെല്ലാം പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ ശംശിഹ വഴി അങ്ങേ തിരുസന്നിധി ഞങ്ങൾ സമർപ്പിക്കുന്നു. ദയാപൂർവ്വം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ജോഷുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കുവാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. എന്തൊരു മനോഹരമായ സന്ദേശമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ആ ദൈവമായ കർത്താവ് നമ്മിൽ നിന്ന് മാറി അകലെ സഞ്ചരിക്കാതിരിക്കുവാൻ, ദൈവമായിട്ട് അടുപ്പമുണ്ടാകുവാൻ ലോകവുമായിട്ട് അകലം പാലിക്കണം. എപ്പോഴും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. അത് നീ ധ്യാനിക്കണം എന്ന് കർത്താവായ ദൈവം ജോഷുവ പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ്. എങ്കിലും ദൈവം തൻ്റെ വാത്സല്യം നമ്മോട് കാണിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് ഏറ്റവും അവസാനം വായിച്ച 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. യെശയ്യായുടെ പുസ്തകം 41-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, നീ ഭയപ്പെടേണ്ട. വീണ്ടും യെശയ്യാ 43-ാമത്തെ അധ്യായത്തിലും 49-ാമത്തെ അധ്യായത്തിലും ആദ്യത്തെ ഖണ്ഡികയിൽ ഈ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വാത്സല്യവും കരുതലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പ്രവാചകൻ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. ഈ കരുതൽ പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. യാത്രാവേളകളിലൊക്കെ ദൈവത്തിൻ്റെ സംരക്ഷണം ധാരാളമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. മാലാഖമാരുടെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം യാത്രയിലൊക്കെ പത്രങ്ങളോ മാസികകളോ മറ്റ് ചെറിയ പുസ്തകങ്ങളോ ഒക്കെ വിതരണം ചെയ്യപ്പെടുമ്പോൾ അത് ഞാൻ വാങ്ങിക്കാറില്ല, അത് നോക്കാറില്ല, അതിൽ ചിത്രങ്ങൾ ഒട്ടും നോക്കാറില്ല. അതിനു പകരം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഷർട്ടിൻ്റെ പോക്കറ്റിലുള്ള എപ്പോഴുമുള്ള കൊന്ത എടുത്ത് ജപമാല ചൊല്ലുകയാണ്. അപ്പോൾ ദൈവസാന്നിധ്യ സ്മരണ നിലനിർത്തുവാനും മാതാവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനും ആ ജപമാല സമർപ്പണം കാരണമാകും. കൂടാതെ കരുണയുടെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം ആ യാത്ര പോകുമ്പോൾ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവസാന്നിധ്യ സ്മരണ ഉണ്ടാകും. നമുക്ക് ആളുകളെ കാണുമ്പോൾ ഒരു കരുതലും സ്നേഹവും പ്രാർത്ഥനയുടെ ചൈതന്യവും കിട്ടും. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ഏതെല്ലാം കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുവോ അതിലെല്ലാം നമുക്ക് വിജയമുണ്ടാകും.
നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടാവുകയില്ല, പരിഭ്രമിക്കേണ്ട ആവശ്യമുണ്ടാവുകയില്ല. പരിഭ്രമിച്ച് ഓടി കതച്ച് ചില സമയത്തൊക്കെ ചില സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ അവർ സ്വീകരിക്കുമോ, അവരെന്ത് ചോദിക്കും എന്ന് പേടിച്ചിരിക്കുന്ന അവസരത്തിലൊക്കെ യാതൊരു ചോദ്യങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് വേണ്ടതായ അനുവാദങ്ങൾ തരികയാണ്. അപ്പോൾ കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ മനസ്സിൽ കൽപ്പനകൾ കാത്ത് പാലിച്ച് കൊണ്ടു നടക്കണം, അതിനെ സ്നേഹിക്കണം. ദൈവത്തിൻ്റെ കൽപ്പന ഇതാണല്ലോ, മനുഷ്യൻ്റെ കൽപ്പന ഇതാണ്, മനുഷ്യൻ്റെ താല്പര്യം ഇതാണ്, എൻ്റെ താല്പര്യം ഇതാണ്. അതിനു പകരം ദൈവത്തിൻ്റെ ഇഷ്ടം ഇംഗിതം എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ സംസാരിക്കണമേ, നാഥ സംസാരിക്കണമേ. 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 3-ാമത്തെ അധ്യായത്തിൽ, കർത്താവെ സംസാരിച്ചാലും ഇതാ അങ്ങയുടെ ദാസൻ ശ്രവിക്കുന്നു. നമ്മൾ വ്യഗ്രതകളിൽ, അനാവശ്യമായ സംസാരങ്ങളിൽ, അനാവശ്യമായ ഹോട്ട് ന്യൂസ് സ്വീകരിച്ച് ദിനം പ്രതി സമയം വൃഥ കളയുകയാണ്. ഇതെല്ലാം വാർത്തകളാണ് നേരം വെളുക്കുമ്പോഴേക്കും ഓരോരുത്തർ സ്വീകരിക്കുന്നത്. പത്രങ്ങളിലൂടെ, ടെലിവിഷനിലൂടെ വാർത്തകൾ സ്വീകരിക്കുന്നത്, അയൽക്കാരിലൂടെ, നാട്ടുകാരിലൂടെ, സ്നേഹിതരിലൂടെ, ഫോൺ കോളിലൂടെ സ്വീകരിക്കുന്നത്. ഇതെല്ലാം തലയിൽ കയറ്റി വയ്ക്കും, ഫീഡ് ചെയ്യും, തലയിലേക്ക് കയറ്റി ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ദൈവത്തിന് സ്ഥാനമില്ല, പ്രാർത്ഥനയ്ക്ക് സ്ഥാനമില്ല, ഉടയവനെ മറന്നു പോവുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ കർത്താവായ ദൈവം പറയുന്നുണ്ട്, അല്ലയോ മനുഷ്യ, ദൈവത്തെ അറിഞ്ഞ് ആരാഞ്ഞ് മനസ്സിലാക്കാൻ നീ ഒത്തിരിയേറെ പരിശ്രമിക്കുന്നു, ലോകത്തെ ആരാഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നീ പരിശ്രമിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് നീ ഉടയവനെ അറിയുവാൻ ഇത്രയേറെ താമസിച്ചു പോകുന്നു? ബാക്കി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെയും പുതിയ പുതിയ അറിവുകളും ജ്ഞാനങ്ങളും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ്, പ്രത്യേകിച്ചും സയൻറ്റിസ്റ്റൊക്കെ. എന്നിട്ടോ പിന്നെയും ബാക്കി കിടക്കുക, ഇനിയും പലതും അറിയാനുണ്ട്, ഇനിയും പലതും അറിഞ്ഞിട്ടില്ല എന്നുള്ള മനോഭാവം ഉണ്ടാകുമ്പോൾ വ്യഗ്രതയാണ്. പക്ഷേ ഉടയവനെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാവും, സംതൃപ്തി ഉണ്ടാവും, വ്യഗ്രതയും ഉണ്ടാവില്ല, കൽപ്പനകൾ പാലിക്കാൻ എളുപ്പമുണ്ടാവും. അതിന് നമുക്ക് വലിയ ദാഹം ഉണ്ടാകണം. ജെറമിയ 17:7 പറയുന്നു, ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നവൻ. ദൈവത്തെ ദാഹത്തോടുകൂടി അന്വേഷിക്കുക, ദൈവത്തെ അറിയുക എന്നതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ദൈവത്തെ അറിയുന്നതിന് പകരം ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളവർ എഴുതിയിരിക്കുന്ന കുറേ പുസ്തകങ്ങളും നോവലുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്, ഒത്തിരി വായിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ദൈവത്തെ അറിയാൻ, ജ്ഞാനം കിട്ടാൻ, അറിവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ വ്യഗ്രത കൊണ്ടാണ്. പക്ഷേ ഒരിക്കലും മനസ്സ് തൃപ്തി അടഞ്ഞിട്ടില്ല. ദൈവത്തെ അറിഞ്ഞത്, മനസ്സിലാക്കിയത് ഒരു നിമിഷമുണ്ടായിരുന്നു. ആ നിമിഷത്തിലാണ് കൂടുതൽ ഈശോയെക്കുറിച്ച് അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം, കേൾക്കണം, മറ്റുള്ളവരോട് പറയണം, മറ്റുള്ളവർക്ക് കൊടുക്കണം, അവരെയും പ്രബുദ്ധരാക്കണം, അവരെയും ശക്തരാക്കണം എന്നുള്ള താല്പര്യമുണ്ടായത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:11 വായിക്കുന്നു, സെറ്റ് യുവർ ഡിസയേഴ്സ് ഓൺ മൈ വേർഡ്. എൻ്റെ വചനങ്ങളിൽ തീവ്രമായ അഭിനിവേശം കാണിക്കുവിൻ, വലിയ താല്പര്യം കാണിക്കുവിൻ, ദാഹം കാണിക്കുവിൻ. എന്തുകൊണ്ടാണ്? കിട്ടുന്ന ജ്ഞാനം അറിവല്ല, കിട്ടുന്ന ജ്ഞാനം അത് നിത്യമാണ്, അനശ്വരമാണ്. അതിന് തുരുമ്പ് ബാധിക്കില്ല, അതിന് കേട് ബാധിക്കില്ല, അത് നശിക്കില്ല. അറിവോ ഒരു കാലഘട്ടം കഴിയുമ്പോൾ തീർന്നു. ഇനി അതൊന്നും വേണ്ട. അതൊക്കെ നല്ല പ്രായത്തിൽ അങ്ങനെയൊക്കെ വായിച്ച് മനസ്സിലാക്കി അതൊക്കെ ഉപയോഗിച്ചിരുന്നു, അതുകൊണ്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി. ഇനി അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, എല്ലാ അറിവും ജ്ഞാനത്തിലേക്ക് നയിക്കുന്നതല്ല. അറിവും നമുക്ക് ആവശ്യമാണ്, പക്ഷേ ജ്ഞാനം ഒന്നാമതായിട്ട് നമുക്ക് വേണം. ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ വചനങ്ങളിൽ തീവ്രമായ അഭിനിവേശം കാണിക്കുക, നിനക്ക് ജ്ഞാനം ലഭിക്കും. ജ്ഞാനമുള്ള സെൻറ്റ് അഗസ്റ്റിൻ, ജ്ഞാനമുണ്ടായിരുന്ന ഫ്രാൻസിസ് അസീസി പുണ്യവാൻ, ജ്ഞാനമുണ്ടായിരുന്ന മദർ തെരേസ, ഇവരൊക്കെ സംസാരിക്കുമ്പോൾ, വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ്, ഇവരൊക്കെ സംസാരിക്കുമ്പോൾ എന്തൊരു ആവേശമാണ്. കുറച്ച് സംസാരിക്കുന്നുള്ളൂ,
5, 8, 10 വാചകങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കൂടി വന്ന 5 മിനിറ്റ്. പക്ഷേ അത് വലിയ അനുഭവമാണ് ഓരോ ആളുകൾക്കും. കാരണം അവിടെ അത്തരത്തിൽ നിന്ന് വീഴുന്നത് അറിവല്ല, ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിൻ്റെ പകിട്ട്, അതിൻ്റെ പ്രൗഢി, അതിൻ്റെ സൗരഭ്യം കേട്ടിട്ടാണ് ഇനിയും ഇനിയും കേൾക്കണമെന്നുള്ള താല്പര്യം മനുഷ്യർ കാണിക്കുന്നത്, ലോകം കാണിക്കുന്നത്. സകല ജനതകളും ഉറ്റുനോക്കുകയാണ് അവരിന്ന് കേൾക്കാൻ. ഇപ്പോഴത്തെ മാർപ്പാപ്പയും അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയും സംസാരിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. എന്താ കാരണം? പറയുന്ന കാര്യങ്ങൾ ദൈവികമാണ്, പരിശുദ്ധമാണ്, അനുരഞ്ജനത്തിലേക്ക് നയിക്കുന്നതാണ്, സന്തോഷത്തിലേക്ക് നയിക്കുന്നതാണ്. കൂടുതൽ സമാധാനം കുടുംബങ്ങളിലും നാട്ടിലും ജനങ്ങളിലും രാജ്യങ്ങളിലും പടർത്താൻ ഉതകുന്ന കൊച്ചു കൊച്ചു ലളിതമായ കാര്യങ്ങളാണ് പറയുന്നത്. ഈശോ പറഞ്ഞതുപോലെ തന്നെയാണ്, പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. വളരെ ലളിതമായ കാര്യങ്ങൾ ചെറിയ വാചകങ്ങളിൽ, ഹ്രസ്വമായ വാക്കുകളിൽ പറഞ്ഞ് ആളുകളെ നവീകരണത്തിലേക്ക് നയിക്കുകയാണ്. ഇതുപോലെ ഈശോയെ അറിയുമ്പോൾ, പ്രമാണങ്ങൾ പാലിച്ച് നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ഈശോയെ അറിയുമ്പോൾ നമ്മൾ കൂടുതൽ വിശുദ്ധരാകും. ഇതിൻ്റെ കൃപ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ഓ ഇവൻ്റെ വചനങ്ങൾ എത്ര മനോഹരമാണ്, അതിശയകരം തന്നെയാണ്. they were amazed at his talks. അവൻ്റെ വചനങ്ങൾ കേട്ടവർ അതിശയിച്ചു എന്നാണ് പറയുന്നത്. വേറെ എത്രയോ ആളുകൾ മണിക്കൂറുകളിൽ സംസാരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഒരു ആവേശമുണ്ടോ, വലിയ അതിശയമുണ്ടോ? ഇല്ല. പക്ഷേ ഈശോ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അതിശയമായി. അവർ പരസ്പരം പറയുകയാണ്, ഓ ഇവൻ്റെ വചനങ്ങൾ അതിശയകരം തന്നെ. അത് കഴിഞ്ഞിട്ടോ ഈശോ ആ ജനത്തെ ഫീഡ് ചെയ്യുകയാണ്, അവരെ തീറ്റിപ്പോറ്റുകയാണ്. അപ്പോൾ ഇതുപോലെ മനസ്സിനെ തീറ്റിപ്പോറ്റി കഴിയുമ്പോൾ ഈശോ ശരീരത്തെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാരോട് പറയുക. അതുപോലെ നമുക്ക് ഭൗതിക തലത്തിലും ആധ്യാത്മിക തലത്തിലും ഐശ്വര്യം വളർത്താൻ, കൂടുതൽ കൃപ വളർത്താൻ, സന്തോഷവും സമാധാനവും കൊണ്ടുവരാനായിട്ട് നമ്മൾ ഓരോരുത്തരും ഉപകരണങ്ങളായിട്ട് മാറണം. അതിനാണ് നീ എപ്പോഴും എൻ്റെ വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം, അത് തക്ക സമയത്ത് നിന്നെ ഓർമ്മപ്പെടുത്തും. ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന വിധത്തിൽ പെരുമാറണം, സംസാരിക്കണമെന്ന് ആ വചനം, ആ പ്രമാണം നമ്മെ ഓർമ്മപ്പെടുത്തും. അത് കേട്ട് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നമ്മിൽ പ്രവർത്തിക്കുകയും ചെയ്യും. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉള്ള ആളുകളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. കൂടുതൽ അവർ സംസാരിക്കില്ല, അവർ കുറച്ചേ സംസാരിക്കുകയുള്ളൂ. പക്ഷേ അവരുടെ പ്രവൃത്തിയിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കാണുവാനായിട്ട് സാധിക്കും. ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ ഭവനത്തിൽ എപ്പോഴും അസ്വസ്ഥതയുണ്ട്, കാരണം ഞങ്ങളുടെ കമ്പനി ശരിക്ക് പോകുന്നില്ല. എല്ലാ ദിവസവും അവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉദിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, കുടുംബ നായകന് മാനസാന്തരം വരണം. അദ്ദേഹം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. തൻ്റെ ബുദ്ധിക്കും തൻ്റെ വലിയ ഡോക്ടറേറ്റിനും ഒക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ദൈവം അവിടെ ഇടപെടുന്നില്ല. ദൈവം നിശബ്ദനായിരിക്കുകയാണ്. ദൈവം നിശബ്ദനായ നിമിഷങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായം എന്താണ് സാംസന് സംഭവിച്ചതെന്ന് അവിടെ പറയുന്നുണ്ട്. ദൈവം നിശബ്ദനായിരുന്നു, കാരണം ദൈവത്തെ കുറച്ച് നേരത്തേക്ക് അദ്ദേഹം മാറ്റിവെച്ചു. അപ്പോൾ ദൈവം കൊടുത്ത പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ കൃപ മുഴുവൻ ചോർന്നുപോയി. പരിശുദ്ധാത്മാവ് അവനിൽ നിന്ന് ഇറങ്ങിപ്പോയത് അവൻ അറിഞ്ഞില്ല. ന്യായാധിപന്മാർ 16:20 അത് പറയുന്നത്. അവനിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയത് അവൻ അറിഞ്ഞില്ല. അതിൻ്റെ പരിണിത ഫലങ്ങൾ പിന്നീട് അനുഭവപ്പെടും. അപ്പോഴാണ് എന്താണ് മുൻപത്തെ പോലെ എനിക്ക് ദൈവത്തിൻ്റെ കൃപ ശക്തി അനുഭവപ്പെടാത്തത്, എന്തു പറ്റി, എനിക്ക് എന്തു പറ്റി? അത് ശരി, അത് കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു, അങ്ങനെ പറഞ്ഞു, അങ്ങനെ പ്രവർത്തിച്ചു, തിന്മ ചെയ്തു, പാപം ചെയ്തു, ഞാനത് സാരമില്ലെന്നാണ് വിചാരിച്ചിരുന്നത്. ഇപ്പം മനസ്സിലായി, ദൈവമേ പൊറുക്കണേ എന്ന് പറഞ്ഞ് ചിലർ കരയും. അങ്ങനെ കരഞ്ഞ അവസരങ്ങളിലൊക്കെ വടി കുത്തി പിടിച്ചു വന്ന
ചിലർ സുഖപ്പെട്ടു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ആത്മാവിൽ ശക്തിപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള വൈകല്യങ്ങൾ കർത്താവ് എടുത്ത് നീക്കുകയാണ്. കർത്താവ് ഒരു അടയാളം കൊടുക്കുകയാണ്. ഞാൻ നിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, നിന്നിൽ സംപ്രീതനായിരിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ കൽപ്പനകൾ പാലിച്ച് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണം. തിന്മയോട് യുദ്ധം ചെയ്യണം. ഇരുട്ടിൻ്റെ ആത്മാക്കളെ തട്ടി മാറ്റണം. പൈശാചിക ബന്ധനങ്ങൾ എടുത്തു മാറ്റണം. അപ്പോഴാണ് നമ്മൾ ദൈവീകരാകുകയുള്ളൂ, വിശുദ്ധരാകുകയുള്ളൂ. കുറേ ആചാരാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ചൊല്ലിക്കൂട്ടി സ്വയം തൃപ്തിപ്പെട്ടിരിക്കുന്ന ചുരുക്കം ചിലരെ കണ്ടിട്ടുണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു തീർത്ഥകേന്ദ്രത്തിൽ പോകാം, ശുശ്രൂഷയെല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് തിരുസ്വരൂപങ്ങളൊക്കെ ചുംബിച്ച് പോന്നു. വീണ്ടും ഒരു തീർത്ഥകേന്ദ്രം പോകുന്ന വഴിക്ക് അവിടെയും കയറ്റി. അപ്പോൾ അവർ തിരികൾ കത്തിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ തിരി പിന്നെ കത്തിച്ചോളാം. അത് പറ്റില്ല, അച്ഛൻ കത്തിക്കണം. എന്നെ നിർബന്ധിച്ച് തിരികൾ ഓരോന്നോരോന്ന് എടുത്തു തന്നു. 5, 6, 7, 8, പിന്നെ 1, 9. അത് നിർബന്ധിച്ചിട്ടാണ്. 8 ഞാൻ നിർത്തി. അല്ല, 9 തിരിയാണ് ഇവിടെ എല്ലാവരും കത്തിക്കാറുള്ളത്. അത് ചെയ്തില്ലെങ്കിൽ ആ പുണ്യവാൻ ഇഷ്ടാവില്ല. ഞാൻ 9ാമത്തെ തിരി കത്തിച്ച് പോന്നു. അപ്പോൾ ഇങ്ങനെ ചില ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്ത് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് പോരുമ്പോൾ ആ ദിവസം നമുക്ക് മനസ്സിന് സംതൃപ്തി ഉണ്ടാവും. വിശുദ്ധരുടെ മാധ്യസ്ഥം ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്, അത് അത്യാവശ്യമാണ്, അത് സഭ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നാം ദൈവത്തോട് വിശ്വസ്തത, തുറവി കാണിക്കണം. ഓപ്പൺനെസ് ടു ഗോഡ്, ദൈവമായ കർത്താവിനോട് തുറവി കാണിക്കണം. കർത്താവിൻ്റെ നിയമങ്ങളോട് വലിയ വിശ്വസ്തത കാണിക്കണം. ധീര പടയാളിയായിട്ട് മാറണം. എന്ത് പടയാളിയാ? തിന്മയോട് പൊരുതുന്ന പടയാളിയായിട്ട് മാറണം. അങ്ങനെ വരുമ്പോൾ ഉത്തരോത്തരം നിരന്തരം നമ്മൾ വളരുന്നത് കാണാനായിട്ട് സാധിക്കും. ആത്മീയമായിട്ട് ശക്തിപ്പെടുന്നത് കാണാനായിട്ട് സാധിക്കും. എന്താണ് ശക്തിപ്പെടുന്നതിൻ്റെ അടയാളം? നിർഭയ അവസ്ഥ, ഫിയർലെസ്നെസ്, ഭയമില്ലാത്ത അവസ്ഥ. ആ ഭയമില്ലാത്ത അവസ്ഥ വരുമ്പോൾ എന്തുണ്ടാവും? ആന്തരിക സ്വാതന്ത്ര്യം ഉണ്ടാവും. ഫ്രീഡം ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവമക്കൾക്കടുത്ത സ്വാതന്ത്ര്യം ഉണ്ടാവും. ആ സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വലിയ ഒരു ദിവ്യതയും വലിയൊരു രുചിയും അനുഭവപ്പെടും മറ്റുള്ളവർക്ക്. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, സംസാരങ്ങളിലൂടെ, കൊടുക്കലിലൂടെ, പ്രവൃത്തികളിലൂടെ ഒരു ദിവ്യമായ അനുഭവം ആളുകൾക്ക് ഉണ്ടാവും. ഡിവൈനിൽ അവിടെ ശുശ്രൂഷ ചെയ്ത് പുറത്ത് കടന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നത്തെ ശുശ്രൂഷയിൽ എന്താണ് തോന്നിയത്? ഉടനെ തന്നെ ആ മനുഷ്യൻ, ജോൺ പതിനാഥൻ എന്നാണ് ആ മനുഷ്യൻ്റെ പേര്, അയാൾ പറഞ്ഞു, ഓ ഫാദർ, യു ടുക്ക് അസ് ഇൻ ടു എ സെപ്പറേറ്റ് വേൾഡ്. ഞങ്ങളൊരു പ്രത്യേക ലോകത്തിലേക്ക് കൊണ്ടുപോയി ആ ശുശ്രൂഷയിലൂടെ എന്ന്. അപ്പോൾ അതുപോലെ ആ ശുശ്രൂഷയിലൂടെ, പ്രവൃത്തികളിലൂടെ, സാധാരണ കുടുംബജീവിതത്തിലെ പ്രവൃത്തികളിലൂടെ, ഇടപെടലിലൂടെ എല്ലാവർക്കും ഒരു ദിവ്യമായ അനുഭവം കൊടുക്കണം. ഈയിടെ ഒരാൾ എന്നോട് അതുപോലെ പറയുകയുണ്ടായി. മാനസാന്തരം വന്നതിൽ പിന്നെ ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കും, ഭാര്യയിൽ നിന്ന് ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം കോംപ്ലിമെൻറ്റിങ് ആയിട്ടുള്ള അനുഭവങ്ങളാണ് കിട്ടുന്നത്, അല്ലാതെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളല്ല. അതിനാൽ ഞങ്ങൾ സംതൃപ്തരാണ് എന്ന് പറയുകയുണ്ടായി, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആന്തരിക സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് നിർഭയ അവസ്ഥയുണ്ടാവും, നന്മ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും, സത്യം സത്യമാണെന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാവും. ഇന്ന് പലർക്കും തൻ്റെ ഇടമില്ല. അവൻ്റെ മുഖവും അവളുടെ മുഖവും അവൻ്റെ ഡിഗ്രിയും അവൻ്റെ വരുമാനവും അവൻ്റെ സ്ഥാനം നോക്കിയിട്ടാണ് നമ്മൾ പേടിച്ചാണ് സംസാരിക്കുന്നത്. തെറ്റ് കണ്ടാലും മിണ്ടില്ല, മാറ്റി പാറും. കാൽമാറ്റം നടത്തുന്ന രീതി അത് ശരിയാവില്ല. ദൈവത്തിന് അത് ഇഷ്ടമില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നോട് വിശ്വസ്ത കാണിക്കുക, ഞാൻ നിന്നോടും വിശ്വസ്ത കാണിക്കും, ഞാൻ നിന്നെ സംരക്ഷിക്കും, ആപത്ത് വേളകളിൽ സംരക്ഷിക്കും, നീ ധൈര്യമായിട്ട് ഇരിക്കണം, നീ എന്നോട് ചേർന്ന് നിൽക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ വചനം ശ്രവിച്ച ഓരോ മക്കളെയും ശ്രദ്ധാപൂർവം അവിടുന്ന് കാത്തു പരിപാലിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. ഇനിയും കൂടുതൽ ആന്തരിക സ്വാതന്ത്ര്യത്തിലേക്കും
ജീവിത വിശുദ്ധിയിലേക്കും നടന്നെടുക്കുവാൻ ഇവരെ പ്രാപ്തരാക്കണമേ. അങ്ങനെ ഇവരെ കണ്ടിട്ട് അങ്ങയോട് അടുക്കുവാൻ ആ മനുഷ്യർക്ക് തോന്നുമാറാകട്ടെ. തിന്മയിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യർക്ക്, പാപത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യർക്ക് അതിൽ നിന്ന് ഓടി അകലുവാൻ ഇവരുടെ മാതൃക, ജീവിത മാതൃക സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൗകികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മാറ്റിയിട്ട് ദിവ്യമായ കാഴ്ചപ്പാടോടുകൂടി ലോകത്തെ വിശുദ്ധീകരിക്കാനുള്ള താല്പര്യവും ദൗത്യവും ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് എനിക്കുണ്ട് എന്നുള്ള ബോധ്യം ഇവർക്ക് ഓരോരുത്തർക്കും നൽകുമാറാകണമേ. പാപ സാഹചര്യങ്ങളെ അകറ്റുവാൻ, പശ്ചാത്തപിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവായ ഈശോയെ, കൽപ്പനകൾ പാലിച്ചാൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നിന്നെ ഞാൻ സംരക്ഷിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തുവല്ലോ. ഈ മക്കൾക്ക് ധാരാളമായ ദൈവാനുഗ്രഹങ്ങൾ കൊടുക്കണമേ. അവരുടെ കടബാധ്യതകൾ, രോഗത്തിൻ്റെ പ്രയാസങ്ങൾ, അതിർത്തി തർക്കം, കോടതി കേസുകൾ എല്ലാം അതിൽ നിന്ന് വിടുതൽ കിട്ടി അവർക്ക് സന്തോഷവും സമാധാനവുമായി പ്രാർത്ഥിക്കുവാനും, ജോലി ചെയ്യുവാനും, ഭക്ഷിക്കുവാനും, ഉറങ്ങുവാനും, നിഷ്കളങ്കമായ തമാശ പറയുവാനും ഇവരെ അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ ഭവനത്തിലെ ശിശുക്കളെ സംബന്ധമായിട്ട് അനുഗ്രഹിക്കണമേ. അവരുടെ ഭവനത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും മാലാഖമാരുടെ സംരക്ഷണം കൊടുക്കണമേ. പാപം ചെയ്യാതെ നിഷ്കപട ഹൃദയത്തോടെ പോയ ആ മക്കൾക്ക് നിഷ്കപട ഹൃദയത്തോടുകൂടി തന്നെ തിരിച്ചു വരുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനെതിരെ വരുന്ന ദുഷ്ട കൂട്ടുകെട്ടുകൾ, പെരുമാറ്റങ്ങൾ, നിരന്തരം അവരുടെ ജീവിതത്തിലുള്ള ചില പാപക്കറകൾ എല്ലാം ഉപേക്ഷിക്കുവാനും കൂടുതൽ നിർമ്മലരായി സ്വതന്ത്രരായി ജീവിക്കുവാനും ഇവരെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവായ ദൈവമേ, സ്വർഗ്ഗദൂതന്മാരുടെയും മാലാഖമാരുടെയും സാന്നിധ്യം ഇവർക്ക് ധാരാളമായിട്ട് അനുഭവപ്പെടട്ടെ. വിശുദ്ധരുടെ മാധ്യസ്ഥ ശക്തി ഞങ്ങൾക്ക് ധാരാളമായിട്ട് അനുഭവിക്കുവാൻ അവസരം ഉണ്ടാകട്ടെ. പരിശുദ്ധമ്മേ, ദൈവവചനം മനസ്സിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചമ്മേ, ഈ മക്കൾക്ക് ദൈവവചനത്തോട് വലിയ ആവേശവും താല്പര്യവും ഉണ്ടാകുവാനും ഹൃദയനൈർമല്യത്തോടുകൂടി ദൈവത്തെ അന്വേഷിക്കുവാനും അരുവി തേടുന്ന മാൻപേടയെ പോലെ അരുവി തേടുവാനും ജീവജലം കുടിക്കുവാനും ദൈവിക പ്രകാശം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും ജീവൻ്റെ ജലം കൊടുത്ത് അവരെ പ്രബുദ്ധരാക്കുവാനും ശക്തരാക്കുവാനും ഇവരെ പ്രാപ്തരാക്കണമേ. അതിനാവശ്യമായ ആത്മീയ ഉപകരണങ്ങൾ അവരുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. അതിനെതിരെ വരുന്ന പൈശാചിക ശക്തികളെ, ദുഷ്ടശക്തികളെ അലസതയിൽ നിന്നും, തെന്മയിൽ നിന്നും, ആർത്തിയിൽ നിന്നും, ജഡാസക്തിയിൽ നിന്നും അവരെ മോചിപ്പിക്കുവാൻ ഇടവരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനം നമുക്ക് ലഭിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് നിങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. സമൃദ്ധിയും സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ സദാസമയവും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 00914802708098, 00914802702613, ഫാക്സ് 00914802708097, ഇമെയിൽ mail.divintv@gmail.com, website www.drcm.org.